ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 3 ഓഫ് അവർ ഗോവൻ ട്രിപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് 10 മണിക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് കുറേ ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഇന്ന് പോകുന്നതിന് മുൻപ് എന്തായാലും ഇറങ്ങണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ വന്നതാണ്. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീർത്തിയും വിക്ടറും അവർ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ കുറേ നാളുകളായി സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇറങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് രാവിലെ തന്നെ നല്ല ഒരു നീന്തലൊന്നും അറിയില്ല, പക്ഷേ എങ്കിൽ പോലും ചുമ്മാ ഒന്ന് ഇറങ്ങാനും ഒക്കെ ഭയങ്കര ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 10 മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാറ് റെൻറ്റിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും 9 മണിക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ട്രാവലാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ഓൾറെഡി ലഗേജസ് ഉണ്ട്, അത് എവിടെയെങ്കിലും വെക്കണം. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയില്ല. അപ്പോൾ നമ്മുടെ ഡേ 3 ട്രാവലും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറി നമ്മുടെ ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പഞ്ചിമിലേക്കാണ്. അപ്പോൾ നമ്മുടെ റിട്ടേൺ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ട്രെയിനാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നത് ഫ്ലൈറ്റിനാണ്. അപ്പോൾ ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ ആ ഒരു രാവിലെ 10 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത്രയും ടൈം നമുക്ക് ഒരു നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മെയിൻ പ്രശ്നം ലഗേജസ് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പഞ്ചിമിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പഞ്ചിമിൽ ചെന്നിട്ട് ഒരു ആക്റ്റീവ റെൻറ്റിന് എടുത്തിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഈവനിങ് ആകുമ്പോൾ കൊടുക്കാമെന്നാണ്. പിന്നെയാണ് വിചാരിച്ചത് അത് നമുക്ക് ശരിക്കും നഷ്ടമാണ്. കാരണം നമുക്ക് എന്തായാലും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് അത് അത്രയും യൂസ്ഫുൾ ആവില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ലഗേജ് പഞ്ചിമിൽ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ അടുത്തായിട്ട് നമുക്ക് ലഗേജസ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റൂമുണ്ട്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം പഞ്ചിമ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പഞ്ചിമിലെ വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഫോണ്ടന്യാസ് എന്ന് പറഞ്ഞ ഈ ഒരു ലാറ്റിൻ കോട്ടേഴ്സ് ആണ്. അപ്പോൾ യുനെസ്കോയിൽ വരെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഫോണ്ടന്യാസ് ലാറ്റിൻ കോട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു കോട്ടേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ വരുന്ന ഒരു ഫീലാണ്. ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ആയാലും ഫുൾ ഭയങ്കര കളർഫുള്ളാണ്. ഒരു ബ്ലൂ ഗ്രീൻ യെല്ലോ തീമിലൊക്കെയാണ് ഫുൾ ഈ ഒരു വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു വിൻറ്റേജ് ലുക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പം ഞങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ കുറേ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. കാരണം ഒരുപാട് പേര് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡ് അല്ലാത്തത്. അപ്പോൾ ഇതിന് സമീപത്ത് തന്നെയായിട്ട് ഒരുപാട് ഓൾഡ് കഫേസും ഓൾഡ് ബാറുകളും കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഗോവയിൽ വരുമ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത്രയും നൈസായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഏരിയാസ് മാത്രമാണ് കേട്ടോ ഇതുപോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉള്ളൂ. അവിടെ ഫുൾ സെക്യൂരിറ്റീസാണ്. അപ്പോൾ മെയിൻലി ഇവിടെ ഒരു ജോസഫ് ബാർ എന്ന് പറഞ്ഞൊരു ബാറുണ്ട്. ഇത് ഗോവയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബാറാണ്. അപ്പോൾ ഈ ഒരു ബാറിൻ്റെ സമീപത്തൊക്കെ ആയിട്ടാണ് ഫുൾ റെസ്ട്രിക്റ്റഡ് ഏരിയാസ്. അവിടെ കൂടുതൽ സെക്യൂരിറ്റീസൊക്കെ ഉള്ളത് ആ ഒരു ബാറിൻ്റെ ഏരിയാസിലൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വേറെ പ്ലേസിലാണ്. അപ്പോൾ ഇവിടെ അത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിന് സമീപത്ത് തന്നെ ആയിട്ട് ഒരു ഓൾഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഗോവയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫെനി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പണ്ടത്തെ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഫെനിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോണ്ടന്യാസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കേക്ക് ഷോപ്സും കുറേ ബേക്ക് ഐറ്റംസൊക്കെ കിട്ടുന്ന നല്ലൊരു
പ്ലേസ് ആട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ലഗേജസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു 3 days പോയതേ അറിഞ്ഞില്ല. നമ്മൾ മെയിൻലി നോർത്ത് ഗോവയിലാണ് നമ്മൾ ഫുൾ കറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഗോവയിൽ കാണാനുണ്ട്. ഒരുപാട് ബീച്ചസൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ബീച്ചും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മെയിൻലി കീർത്തിയുടെയും വിക്ടറിൻ്റെയും ബേബി മൂൺ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പോയ സ്ഥലങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇനിയും നമ്മൾ പോവാത്ത ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നോർത്ത് ഗോവയിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഉള്ളത് ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് വരുന്നത് ശരിക്കും സൗത്ത് ഗോവയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു എയർപോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ സൗത്ത് ഗോവയും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. കുറച്ചും കൂടി ഒരു പച്ചപ്പും അധികം റഷ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി സൗത്ത് ഗോവ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് വൈബും പാർട്ടീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നോർത്ത് ഗോവയായിരിക്കും എപ്പോഴും ഇഷ്ടപ്പെടുക. അപ്പോൾ ഷാമിന് എപ്പോഴും നോർത്ത് ഗോവയാണ് കൂടുതൽ ഇഷ്ടം. കാരണം പാർട്ടി, അതുപോലെ നൈറ്റ്, അങ്ങനത്തെ ഡാൻസ്, അങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആയിരിക്കും. കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ടുള്ള, കുറച്ച് കാമായിട്ടുള്ള, കുറച്ച് ഒരു പച്ചപ്പും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സൗത്ത് ഗോവയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. നല്ലൊരു നൈസായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു സൗത്ത് ഗോവയുടെ. കൂടുതലും കടലും കായലൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ ഈ ഒരു സൗത്ത് ഗോവ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 3 days ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു 3 days വന്ന എക്സ്പെൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗോവയിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വരാവുന്നതാണ്. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗോവ. അപ്പോൾ മെയിൻലി നമ്മുടെ ട്രെയിൻ ടിക്കറ്റാണ്. ട്രെയിൻ ടിക്കറ്റിൻ്റെ റേറ്റ് ഒരാൾക്ക് 1260 രൂപയാണ്. അത് 3rd AC റേറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കുറവായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ടോയ്ലറ്റ്സ്, അതുപോലെ കിടന്നുറങ്ങാനൊക്കെ കൂടുതൽ കംഫർട്ടബിൾ ട്രെയിനായിരിക്കും, AC ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു AC എടുക്കുകയാണെങ്കിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ചിലവെന്ന് പറയുന്നത് നമ്മുടെ റൂമാണ്. അപ്പോൾ നമ്മൾ Airbnb എടുത്തുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. അപ്പോൾ നമ്മൾ കപ്പിളായിട്ട് വന്നുകൊണ്ട് അത് ഷെയർ ചെയ്യുമ്പോൾ ഒരു കപ്പിളിന് വരുന്ന ചിലവെന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പോൾ 2 ദിവസത്തെ ഒരു കപ്പിളിൻ്റെ ചിലവെന്ന് പറയുന്നത് 4000 രൂപയാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് ഒരാൾക്ക് 3500 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജേണി ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് എക്സ്പെൻസ് ആയത്. അല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ വന്ന് പോകാമെന്നാണ്. പിന്നെ നമ്മുടെ കാറ് റെൻ്റ് എടുത്തതിന് ഒരു ദിവസം 1500 രൂപയാണ്. അതും നമ്മൾ കപ്പിളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം 750 രൂപയാട്ടോ വരുന്നത്. അപ്പോൾ ആക്റ്റീവ് എടുക്കുന്നവർക്ക് ഒരു ദിവസത്തേക്ക് 500 രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവൊക്കെ ഈ ഒരു ഗോവ ഫുൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എക്സ്പെൻസ് വരുന്നത് കേട്ടോ. ഇതുകൂടാതെ നമുക്ക് ഫുഡ് ഒക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിന് ചില ഹോട്ടൽസിലൊക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗോവൻ ഫിഷ് താലി മീൽസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റ്. അത് ഒരു പ്ലേറ്റൊക്കെ 450 റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ Airbnb എടുത്തുകൊണ്ട് നമുക്ക് ഒരു നേരമൊക്കെ ഫുഡൊക്കെ വേണമെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോവയിലെ മെയിൻ എക്സ്പെൻസ് കേട്ടോ. പിന്നെ ഗോവയിലേക്ക് വരാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് ടൈമൊക്കെയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ടൈം മൺസൂൺ ടൈമാണ്. മൺസൂൺ ടൈമിൽ തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ടൈമിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോവ എനിക്ക് തോന്നുന്നു ഏത് ടൈമിലും അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗോവയിലെ 3 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.